ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്യാനിരുന്നൊരു ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞാൽ പനിയും കാര്യങ്ങളും പിന്നെ ക്രിസ്മസും ഒക്കെ ആയി തിരക്കായിപ്പോയി. അതുകൊണ്ട് പിന്നീട് ഈ ഡ്രോയിങ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ അത് കഴിഞ്ഞിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 2023 ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്സ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തെ ഓരോന്നും ട്യൂട്ടോറിയലായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്കത് ഡ്രോ ചെയ്യണമെങ്കിൽ അത് നോക്കിയിട്ട് ഓരോ പാർട്ട് കൊണ്ട് നിങ്ങൾ വരച്ച് അത് നിങ്ങൾക്ക് നോക്കാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേര് വരച്ച് നോക്കി എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മുടി വരയ്ക്കാനുണ്ട്, പിന്നെ താടി വരയ്ക്കാനുണ്ട്, പിന്നെ കഴുത്തിന് കുറച്ച് ഷെയ്ഡ് ചെയ്യാനുണ്ട്, പിന്നെ ആ ഡ്രസ്സിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം മാത്രമാണ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മളിവിടെ മുടി വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടിലും മുടി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മളെങ്ങനെയാണ് വരച്ച് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട് ലൈൻ്റെ 6Bയും 8Bയും 10Bയും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് 10B ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മുടിയുടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, കുറച്ച് ഭാഗത്തൊക്കെ ലൈറ്റിലിരിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയൊക്കെ കൂടുതലും ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് തന്നെ കൊടുക്കുക. പിന്നെ ഇതിന് മുമ്പത്തെ 2 പാർട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. കാരണം മുടി വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്താലേ നമുക്ക് ഓരോ മുടി പോലെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ബ്രഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെ ഫേസ് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം, അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ചാനലായിട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരിക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരുപാട് പേര് എനിക്ക് അങ്ങനെ അയച്ചു തരാറുണ്ട്. അപ്പം ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് സംശയങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ആ ഒരു ഡ്രോയിങ് അയച്ചു തന്നിട്ട് അതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെയൊക്കെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്.